സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടിക്സിലേക്ക് സ്വാഗതം. അധികം കാര്യങ്ങളൊന്നും പറയാനില്ല. ഏറ്റവും നിരാശപ്പെടുത്തുന്ന കാര്യമാണ് യഥാർത്ഥ ഫുട്ബോൾ പ്രേമിയെ സംബന്ധിച്ച് ബ്രസീൽ ഈ ലോകകപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നോർവേ അതിഗംഭീരമായി അവരെ പുറത്താക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഇതുവരെ കളിച്ച കളിയൊക്കെ പ്രകാരം ബ്രസീലിനെ ഒരു യഥാർത്ഥ ഫുട്ബോൾ പ്രേമി എന്ന നിലയിൽ കുറേ പേരെങ്കിലും ഒരു സെമി ഫൈനൽ വരെയെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ട്. ലോകകപ്പിന് തന്നെ അത് അനിവാര്യത കൂടിയാണ്. ബ്രസീലിനെ പോലെയുള്ള ടീമുകൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് വരെ മുന്നേറുക എന്നുള്ളത്. ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ ലോകകപ്പിൻ്റെ സാമ്പാത്താളം നിലച്ചു എന്ന് പറയാം. പക്ഷേ നമുക്ക് മത്സരങ്ങളെ അങ്ങനെയാണ് കാണേണ്ടിയിരിക്കുന്നത്. എനിക്കൊപ്പം ജയേഷ് പൂക്കോട്ടൂരുണ്ട്, ഒപ്പം MS കെയും ചേർന്നു. ജയേഷ്, മത്സരം ഇത് ഇനിയിപ്പോൾ വിശകലനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെയും മണിക്കൂറുകളാണ്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ മത്സരം അവർ ജയിച്ചു വന്ന ജപ്പാനെതിരെ പിന്നിൽ നിന്ന് പൊരുതി കയറിയൊരു ഘട്ടത്തിൽ നമ്മൾ പ്രശംസിച്ചു ആവോളം. ആൻസലോട്ടിയുടെ തന്ത്രങ്ങൾ എന്നത്തെ രീതിയിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം ഫലപ്രദമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഇന്നലെ ബ്രസീലിന് വേണ്ടി കളിക്കാൻ ഒരാളുണ്ടായിരുന്നില്ല എന്ന തോന്നലാണ് അവർ കളത്തിൽ സൃഷ്ടിച്ചതെന്ന് തോന്നുന്നു. കാരണം എല്ലാവരും ഉണ്ടായിട്ടും ഗോളടിക്കുന്ന ഇല്ല, അങ്ങനെ ഒരു അന്തിമമായിട്ടുള്ള ചിത്രത്തിലേക്ക് അവർ വരുന്നില്ല. മറുഭാഗത്ത് ആദ്യ പകുതിയിലൊക്കെ ഹാളണ്ട് എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആരാധകർ. അവസാനം അദ്ദേഹത്തിൻ്റെ റോൾ കൃത്യമായിട്ട് നിർവഹിക്കുന്നു. 2 ഷോട്ടുകൾ അത് വിജയം നിർണ്ണയിക്കുന്നു. ഇന്നലെ മത്സരത്തിൽ ബ്രസീലിന് സംഭവിച്ചത് എന്തായിരിക്കും ശരിക്കും? ജപ്പാനെതിരായ മത്സരത്തിൽ നമ്മൾ കാർലോസ് ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളെ വലിയ രീതിയിൽ പ്രശംസിച്ചു. അതായത് കളത്തിൽ കളിച്ച താരങ്ങളെക്കാൾ, ഗോളടിച്ച താരങ്ങളെക്കാൾ കാർലോ കൊണ്ടുവന്ന മാറ്റങ്ങളാണ് ഏറ്റവും നിർണായകമായത്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഹാഫിൽ അങ്ങേയറ്റം മോശം പെർഫോമൻസ് കാഴ്ചവെച്ച ജപ്പാന്റെ താരങ്ങളെ തടയാൻ കഴിയാതിരുന്ന DM കസമീറോയെ നിലനിർത്തിയതൊക്കെ എന്തിനാണെന്നുള്ള ചോദ്യം ചോദിക്കുമ്പോഴാണ് കസമീറോയുടെ ഗോൾ വരുന്നത്. പൂർണ്ണ സ്വാതന്ത്ര്യം വരുന്നു. അപ്പോൾ അത്തരത്തിൽ ആഞ്ചലോട്ടി വരുത്തുന്ന തീരുമാനങ്ങൾ നിർണായകമാണ്. അദ്ദേഹം ഒന്ന് പുരികം ചുളിച്ചാൽ അത് വലിയ രീതിയിൽ പിന്നെ അവിടെ ഒരു മാറ്റം സംഭവിക്കും. പണ്ട് ഗ്രീസിന്റെ ഒരു ചുളിച്ചില്ലാന്ന് തോന്നുന്നു. ഗ്രീസിന്റെ ഓട്ടോറോ ഹാഗൽ ഉണ്ടായിരുന്നു, പഴയ പരിശീലകൻ. അദ്ദേഹം വിസിലടിച്ചു കഴിഞ്ഞാൽ ഗ്രീസുകാർ അവിടെ ഗോൾ അടിക്കുമായിരുന്നു 2004 യൂറോ കപ്പിൽ. അങ്ങനെ വലിയൊരു ഹിസ്റ്റോറിക് മൊമെന്റ് ഉണ്ട്. അതുപോലെയായിരുന്നു ഈ ആഞ്ചലോട്ടിയൊക്കെ നമ്മൾ വലിയ രീതിയിൽ പ്രശംസിച്ചു. കളിക്കാർക്ക് കാണാൻ പറ്റുമോ? ഒരു സംശയമാണ്. അത് ഫാൻസ് പറഞ്ഞുണ്ടാക്കുന്നതാണ്, ഡോൺ കാർലോ അല്ലേ. അപ്പോ ഇവിടെ വരുമ്പോൾ എന്റെ പോയിന്റ് മിസ്സായി. ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമാകുക എന്ന് പറയുന്നത്. പക്ഷേ ആഞ്ചലോട്ടിയുടെ തന്ത്രമാണ് നോർവേക്കെതിരായ മത്സരത്തിൽ ബ്രസീലിന്റെ പ്രീ ക്വാർട്ടറിലെ പുറത്താകലിൽ ഒന്നാമത്തെ പ്രതി ആഞ്ചലോട്ടി തന്നെയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, ഇത്രയും നല്ല അറ്റാക്കേഴ്സ് ഉള്ള ടീമായിട്ട്, ബെഞ്ചിൽ പോലും നല്ല അറ്റാക്കേഴ്സ് ഉള്ള ടീമായിട്ട് നമുക്ക് നെയ്മറൊക്കെ വരുന്നത് ബെഞ്ചിൽ നിന്നാണ്. ബെഞ്ചിൽ പോലും ഇത്രയും നല്ല അറ്റാക്കേഴ്സുള്ള ഭാവനാസമ്പന്നനായ താരങ്ങളുള്ള ബ്രസീല് ഡിഫൻസീവ് ഫുട്ബോൾ കളിച്ചു എന്നുള്ളതാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതും ബ്രസീല് ജപ്പാനെതിരെ ഫസ്റ്റ് ഹാഫിൽ നിറമങ്ങിയെങ്കിലും സെക്കൻഡ് ഹാഫിൽ നമ്മളൊരു ബ്രസീലിനെ കണ്ടു, പഴയ ബ്രസീലിനെ. ഐവറി കോസ്റ്റിനെതിരെ വിറച്ചുകൊണ്ടാണ് നോർവേ വരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു എഡ്ജ് അവിടെ ബ്രസീലിനുണ്ട്. തൊട്ടും നമ്മളൊരു പ്രീവിയസ് ഗെയിം എന്തായിരുന്നു എന്നുള്ളത് ഉറപ്പായിട്ടും അടുത്ത മത്സരത്തിലേക്ക് നമ്മളൊരു ഫ്രീ സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ. ആ ഒരു തരത്തിലുള്ള പ്രീവിയസ് ഗെയിമിൻ്റെ ഒരു മേധാവിത്വവും മുതലാക്കാതെ അവർക്ക് ബോൾ കൊടുക്കുക, അവർ ഫ്രീ ആയിട്ട് കളിക്കട്ടെ, തരം കിട്ടുമ്പോൾ അറ്റാക്ക് ചെയ്ത് കളിക്കാമെന്നുള്ള ആറ്റിറ്റ്യൂഡിലാണ് ബ്രസീൽ തുടക്കം മുതലേ കളിക്കുന്നത്. അത് നോർവേ ആദ്യ മിനിറ്റ് മുതൽ അങ്ങോട്ട് ആക്രമിക്കുന്നുണ്ട്. 3-ാമത്തെ മിനിറ്റിൽ അവർ ഗോളും അടിക്കുന്നുണ്ട്. ഒരു ഓഫ് സൈഡിൽ പെട്ടുപോയതാണ്. അപ്പോൾ നോർവേയുടെ തന്ത്രം കൃത്യമായിരുന്നു. പക്ഷെ ബ്രസീലിൻ്റെ തന്ത്രവും ഫസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഓക്കെ ആയിരുന്നു തോന്നി. കാരണം ബ്രസീൽ തുടക്കത്തിൽ തന്നെ ഒരു പെനൽറ്റി സ്വന്തമാക്കുന്നുണ്ട്. അത് ഗിമാർസിന് അടിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അത് അടിച്ചിരുന്നെങ്കിൽ ഏറെക്കുറെ ബലം മാറുമായിരുന്നു. കാരണം ബ്രസീലിൻ്റെ അത് വിജയിച്ചു കഴിഞ്ഞാൽ ബ്രസീലിൻ്റെ തന്ത്രം വിജയിച്ചു എന്നാണ്, ആഞ്ചലോട്ടിയുടെ തന്ത്രം വിജയിച്ചു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ പിന്നെ പോവുകയുള്ളൂ. പക്ഷേ രണ്ടും കൽപ്പിച്ചൊരു നോക്കൗട്ട് മത്സരമാണ്. രണ്ടും കൽപ്പിച്ച് നോർവേ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര നേരം അവിടെ പിടിച്ചു നിർത്താൻ കഴിയുമെന്നുള്ള ചോദ്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഒഡേഗാർഡിനെ പോലെ, ഹാളണ്ടിനെ പോലെ അത്രയും വേഗതയുള്ള താരങ്ങൾ. ഹാളണ്ടിലേക്ക് വരാം. ഹാളണ്ട് 25 ടച്ചാണെന്നല്ലേ ആകെ ചെയ്തിട്ടുള്ളൂ. 22ാമത്തെ ടച്ചിലാണ് ഗോൾ വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ ഒരു 30 മിനിറ്റിൽ 2 ടച്ചാണ് ഹാളണ്ടിന്റെ കാലിലുള്ളൂ. അപ്പോൾ നമ്മൾ കരുതും എവിടെ ഹാളണ്ട്. പക്ഷേ ഹാളണ്ടിന്റെ കളി സ്ഥിരമായിട്ട് പ്രീമിയർ ലീഗിൽ കാണുന്ന നമുക്കറിയാം. ഹാളണ്ട് അങ്ങനെ അധ്വാനിച്ച് നടന്നുണ്ടാക്കി
ഇതാക്കുന്ന പ്ലെയറല്ല. അദ്ദേഹം ഈ സിംഹത്തെ പോലെ പുലിയെ പോലെയൊക്കെ ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ ഇരിക്കും. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ബോൾ വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കൺവെർട്ട് ചെയ്യാൻ ഹാളണ്ടിന് കഴിയും. ഒരു പ്രോപ്പർ നമ്പർ 9 എന്താവും എന്നതിൻ്റെ പെർഫെക്റ്റ് ഫിനിഷായിരുന്നു ആദ്യത്തെ ഗോള്. അദ്ദേഹത്തിൻ്റെ മുന്നിലും ബാക്കിലും 2 ബ്രസീലിയൻ ഡിഫൻഡേഴ്സ് ഉണ്ട്, തൊട്ട് സൈഡിലുണ്ട്. പക്ഷേ കൃത്യമായി, അതായത് പകരക്കാരനായി വന്ന പ്ലെയറാണ്, ന്യൂസയ്ക്ക് പകരം വന്ന പ്ലെയറാണ് ക്രോസ് കൊടുക്കുന്നത്. പെർഫെക്റ്റ് ക്രോസ് ആയിരുന്നു, പെർഫെക്റ്റ് ഹെഡർ. അത് നേരെ പോസ്റ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അലീസിന് ഒരു പക്ഷേ ഹൈറ്റിൽ ഡൈവ് ചെയ്ത് തട്ടിക്കളയും. അദ്ദേഹം നിലത്തേക്കാണ് ആ ബോൾ കുത്തുന്നത്. നിലത്തേക്ക് കുത്തി ടച്ച് ചെയ്ത് പോകുമ്പോൾ അലീസിന്റെ കണക്കൂട്ടിൽ തെറ്റും, ആ ബൗൺസിൽ കണക്കൂട്ടിൽ തെറ്റും. അങ്ങനെ അത് പോസ്റ്റിലേക്ക് ആയിരുന്നു. പെർഫെക്റ്റ് പ്ലേസ് ആയിരുന്നു അത്. രണ്ടാമത്തെ ഗോള് അലിസണ് ബോക്സിലെന്നല്ല, ബോക്സിന് പുറത്തായാലും സ്വാതന്ത്ര്യം കൊടുത്തോ, ഹാളണ്ടിന് ബോക്സിലായാലും പുറത്തായാലും സ്വാതന്ത്ര്യം കൊടുത്തോ, അത് പണി കിട്ടുമെന്നുള്ള ബേസിക് സാധനം പോലും അറിയാതെ ഹാളണ്ടിനെ ഫ്രീ ആക്കി വിടണം. എന്നാൽ ഗോള് വഴങ്ങിയതിൻ്റെ ഷോക്കിലായിരിക്കും. 90-ാം മിനിറ്റിൽ അങ്ങനെയാണ് ആ ഗോൾ വരുന്നത്. ഹാളണ്ട് ആ ബോൾ സ്വീകരിക്കുന്നു, ഹാളണ്ട് പോസ്റ്റിലേക്ക് ഗോളിയുടെ പൊസിഷൻ നോക്കിയിട്ട് അടിക്കുന്നു. അത് ബോൾ എടുക്കുമ്പോൾ തന്നെ ഓടി വന്നത് എടുക്കാനോ അതൊരു ക്ലിയറൻസ് ചെയ്യാനുള്ള ശ്രമമൊന്നും ബ്രസീലിയൻ താരങ്ങൾ നടത്തുന്നില്ല. DM-ൽ പ്ലെയർ ഇല്ല, ഫ്രണ്ടിൽ 2 ഡിഫൻഡേഴ്സ് മാത്രമേ ഉള്ളൂ. അത് ഡിഫൻഡർ കാലിനിടയിലൂടെയാണ് ആ ബോൾ കയറി പോകുന്നത്. നല്ല പവർഫുൾ ഗ്രൗണ്ടർ തന്നെയായിരുന്നു അത്. അതും അലിസന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഓവർ സെലിബ്രേഷൻ നിൽക്കുന്നില്ല, കൂളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ഹാളണ്ട്, ആരെന്നെ തടയാനുള്ളത് എന്നൊരു ആറ്റിറ്റ്യൂഡിൽ. അത്ര തന്നെയായിരുന്നു. ഹാളണ്ടിനെ തടയാൻ ആരുമില്ല. ഹാളണ്ടിനെ മാർക്ക് ചെയ്യുന്നതിൽ വന്ന പിഴവ് തന്നെയാണ് ഈ മത്സരത്തിൽ നിർണായകമായത്. ഒപ്പം തന്നെ ആഞ്ചലോട്ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷനും വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോവുകയാണെന്നുള്ള. കുഞ്ഞെ പിൻവലിക്കുന്നു, മാർട്ടിനെല്ലിയെ പിൻവലിക്കുന്നു, അത്തരത്തിലുള്ള നീക്കങ്ങൾ. ഒപ്പം ഈ മത്സരത്തിലെ ഏറ്റവും നിർണായകമായ മൊമെന്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെനൽറ്റി നഷ്ടപ്പെടുത്തിയതിനേക്കാളേറെ എൻട്രിക്കിന് കിട്ടിയൊരു ചാൻസ്. ആ പെനൽറ്റി ആദ്യ ഹൈഡ്രേഷൻ ബ്രേക്കിന് മുമ്പാണ് അത് കിട്ടുന്നത്. അത് ബ്രസീൽ അടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു ക്രൂഷ്യൽ ടൈമിൽ, ഒരു എൻഡ് സമയത്തല്ല ഇത് വരുന്നത്. എൻട്രിക്കിന് പക്ഷെ കിട്ടുന്ന ഏറ്റവും ക്രൂഷ്യൽ സമയത്താണ്. അതൊരു ഓപ്പൺ ചാൻസ് ആണ്. അത് അദ്ദേഹം ഫസ്റ്റ് ട്രൈ ചെയ്യാതെ വീണ്ടും വലിക്കാൻ നോക്കി, അത് നഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ച. പിന്നീട് അത് പുറത്തേക്കാണ് ആ ബോൾ പോകുന്നത്. അത് ഗോളായിരുന്നെങ്കിൽ ഒരു പക്ഷേ കളിയുടെ ഗതി തന്നെ മാറാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ ഹെൻറിക്ക് അത് നഷ്ടപ്പെടുത്താണ്. നല്ലൊരു സുവർണാവസരം. ഹെൻറിക്കിന് ആദ്യത്തെ വേൾഡ് കപ്പ് ഗോൾ അടിക്കാനുള്ളൊരു സുവർണാവസരം കൂടിയായിരുന്നു. അത് നഷ്ടപ്പെടുത്തി. കൃത്യമായിട്ട് നോർവേ അവരെന്താണോ പ്ലാൻ ചെയ്തിറങ്ങി അത് കൃത്യമായിട്ട് നടത്തി, കംപ്ലീറ്റ് അറ്റാക്ക് ചെയ്ത് അതങ്ങ് പിടിച്ചേക്കുന്ന കാഴ്ചയായിരുന്നു. ബ്രസീലിനെ ആശ്വസിക്കാനുള്ളതും വിഷമിക്കാനുള്ളതും നെയ്മർ തന്നെയായിരിക്കും. നെയ്മറിൻ്റെ പേര് ഈ വേൾഡ് കപ്പിലെ സ്കോറർമാരുടെ ലിസ്റ്റില്ലാതെ ആ ലിസ്റ്റ് അങ്ങ് അപൂർണ്ണമാകുമോ എന്ന് നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു. ബ്രസീൽ പറഞ്ഞ ഒരു റിവൽ ആണെങ്കിൽ പോലും നെയ്മർ എപ്പോഴും നെയ്മർ ഗോൾ അടിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. നെയ്മറിൻ്റെ ഒരു പെനൽറ്റിയിലൂടെയെങ്കിലും അത് അത്രയും ക്രൂഷ്യൽ സമയത്ത് പെനൽറ്റി എങ്ങനെ എടുക്കണമെന്ന് കാണിച്ചത്. അതായത് നെയ്മറെ നോർവേ ഗോളി പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നെയ്മർ തിരിച്ചും പറയുന്നുണ്ട്. പക്ഷെ സിമ്പിളായിട്ട് ആ ഗോളടിച്ച് കയറ്റിയ ശേഷം ചെന്ന് പറയുന്നുണ്ട് നെയ്മറാണ് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ശരീരഭാഷയിൽ പറയുന്നുണ്ട്. പക്ഷെ നെയ്മർ ആ മത്സരം പരാജയപ്പെട്ടോടുകൂടി അദ്ദേഹം വിരമിക്കലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വിധം പോകേണ്ട ഒരു താരമല്ല നെയ്മർ, ഇങ്ങനെ കരഞ്ഞു പോകേണ്ട താരമല്ല നെയ്മർ എന്നുള്ളൊരു വസ്തു കൂടി അവിടെ ഉണ്ട്. എന്തായാലും ആഞ്ചലോട്ടിയുടെ പ്ലാനിങ്ങിന് കിട്ടിയ അടി തന്നെയാണത്. ഈ വിധം ആയിരുന്നില്ല നോർവേക്കെതിരെ ബ്രസീലിന് ഇറക്കേണ്ടത്. ഇത്രയും അറ്റാക്കേഴ്സ് ഉള്ള ടീമിനെ ഒരു ഒഫൻസീവ് രീതിയിൽ തന്നെ കളിപ്പിക്കുന്നത്. അത് ഡിഫൻസീവിലേക്ക് വലിപ്പിച്ചതാണ് ബ്രസീലിന് കിട്ടിയ പണി. റിപ്പോർട്ടർ ടിവിയും മൈജിയും ചേർന്നൊരുക്കുന്ന ലോകകപ്പ് പ്രവചന മത്സരം. നേടാം ടയോട്ട ഗ്ലാൻസാ കാർ അടക്കമുള്ള ബമ്പർ സമ്മാനങ്ങൾ. വിസിറ്റ് reporterlive.com. Scan this QR code. MSK, തീർച്ചയായിട്ടും നമ്മളൊക്കെ, ഞാനൊരു ബ്രസീൽ ആരാധകനൊന്നുമല്ല, പക്ഷേ ഞാൻ പോലും ആഗ്രഹിക്കുന്നുണ്ട് ലോകകപ്പിൽ ബ്രസീൽ മുന്നേറണം. എവിടെ കിരീടത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും അവരൊരു സെമി വരെയെങ്കിലും എത്തണമെന്നുള്ള കാര്യം നമ്മൾ ഓരോ ഫുട്ബോൾ പ്രേമിയും ആഗ്രഹിക്കും. കാരണം എങ്കിൽ മാത്രമേ ആ ടൂർണമെൻറ്റിന് ഒരു ചടുലതയുള്ളൂ, ഒരു താളമുള്ളൂ, ഒരു ആവേശമുള്ളൂ എന്നൊക്കെ. അത് യാഥാർത്ഥ്യം തന്നെയാണ്. ബ്രസീലോ അർജൻറ്റീനയൊക്കെ തുടക്കത്തിലേ മടങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടെങ്കിൽ 2010 നമ്മൾ കണ്ടതാണ്. ക്വാർട്ടർ ലിവർ പോയി കഴിയുമ്പോൾ തന്നെ പിന്നെ അതിൻ്റെ ആവേശം കെട്ടുപോകുന്നു. ബാക്കി എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് വലിയൊരളവോളം ഫുട്ബോൾ ആരാധകർ വിട്ടുപോവുകയാണ് ടൂർണമെൻറ്റിൽ നിന്ന് പിന്നീട്. പക്ഷേ ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ബ്രസീലിൻ്റെ പുറത്താകൽ വലിയ നിരാശ നൽകുന്നൊരു കാര്യമാണ്. അതിലും വലിയ നിരാശയാണ് നെയ്മറിൻ്റെ കാര്യം. അതിപ്പോൾ ജയേഷ് പറഞ്ഞു നിർത്തി. 34-ാം വയസ്സിൽ അദ്ദേഹം ബ്രസീലിൻ്റെ കുപ്പായം അഴിക്കുകയാണ്. 2010 തുടങ്ങിയ ഒരു യാത്രയാണ്. അദ്ദേഹം രാജ്യത്തിൻ്റെ ടോപ്പ് സ്കോററാണ്. പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ അദ്ദേഹവും ഇങ്ങനെ ഒരു വിടവാങ്ങൽ
അല്ല അദ്ദേഹം അർഹിച്ചിരുന്നെന്നുള്ളത്. ബ്രസീൽ വേണ്ടിയിരുന്നതല്ലേ ഈ ടൂർണമെൻറ്റിൽ? എന്തുകൊണ്ട് അവർക്ക് പാളിപ്പോയി എന്നത് ഒരു കാര്യം കൊണ്ട് ഇന്ത്യ ചരിത്രത്തിൽ നോർവേയോട് അവർ ലോകകപ്പിന് അവർ കീഴടക്കിയിട്ടില്ല. നോർവേ ആണെങ്കിൽ ആ പതിവ് ബ്രസീലിനെ തോൽപ്പിച്ചിട്ടുണ്ടെന്നുള്ള ആ ചരിത്രം ആവർത്തിക്കുകയും ചെയ്തു. ഇതിൽ വരുമ്പോൾ ബ്രസീലിൻ്റെ നമ്മുടെ ഓർമ്മകളിലുള്ള ബ്രസീൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല. കാരണം ബ്രസീലിൻ്റെ ഈ ടൂർണമെൻറ്റിൽ അവരുടെ പെർഫോമൻസ്, ഈ ടൂർണമെൻറ്റ് മാത്രമല്ല, ഇത് 2-3 ടൂർണമെൻറ്റുകളൊക്കെ ആയിട്ട് 2-3 ലോകകപ്പുകളിലായിട്ട് ബ്രസീലിൻ്റെ കളിയല്ല ശരിക്കും കളിക്കുന്നത്. നമ്മുടെ ഓർമ്മയിൽ ഇപ്പം ഞാൻ ഫുട്ബോൾ കളി കണ്ടു തുടങ്ങിയത് 98 വേൾഡ് കപ്പൊക്കെയാണ്. അതിനുശേഷം 2002 വേൾഡ് കപ്പ്. ആ കാലഘട്ടത്തിലൊക്കെ ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ അത്രയും അപ്രമാദിത്വത്തോടെ കളിച്ചുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. മൈറ്റി ബ്രസീൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ സമയത്താണ് സാമ്പാ താളം അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു സമയമാണ്. അത് മഞ്ഞ ജേഴ്സി ഇട്ട് എല്ലാവരും പേടിയായിരുന്നു. അതെ, ഓസ്ട്രേലിയ മഞ്ഞ ജേഴ്സി എല്ലാവരും പേടിയുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ബ്രസീൽ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റേ ബിച്ചു തിരുമല എഴുതി ജെറി അമൽദേവ് ഈണം പകർന്ന ആ ഒരു ഗാനം ഓർമ്മ വരുവാണ്. അതായത് എൻ്റെ ഓർമ്മകളിൽ എന്നാ നിന്നൊരു മഞ്ഞ മന്ദാരമേ എന്നിൽ നിന്നും പറന്നുപോയൊരു ജീവചൈതന്യമേ. അതെ, അതായത് ജീവചൈതന്യമാണ് കഴിഞ്ഞ ഒരു 3 വേൾഡ് കപ്പുകളിലൊക്കെ ആയിട്ട് ഒരു 10-15 കൊല്ലമായിട്ട് ബ്രസീലിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഓർമ്മകളിലുള്ള മഞ്ഞ മന്ദാരം ആ കാലഘട്ടമായിരുന്നു. 28 വർഷമായിട്ട് അപ്പൊ ബ്രസീലിന് കപ്പില്ല എന്നുള്ളത് 2030. അപ്പോൾ ആ ഒരു അതായത് കഴിഞ്ഞ ജപ്പാനെതിരെ മത്സരത്തിൽ പോലും അവർ വല്ലാതെ ഉയർത്തിയിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പം ഇതിൽ ഇപ്പം ജയേഷ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു, പലപ്പോഴും യോജിക്കാറില്ലെങ്കിലും ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾ വലിയ രീതിയിൽ ഈ ബ്രസീലിന് പിഴച്ച ഒരു സമയമാണ്. ഇപ്പം ആഞ്ചലോട്ടി ഡോൺ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. നമ്മൾ പലപ്പോഴും ഇന്ത്യൻ സിനിമ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച 2 പ്രാവശ്യം ആഘോഷിച്ച ഡയലോഗുണ്ട്. ഡോൺ കോ പക്കർന്ന മുഷ്കിൽ ഹി നഹി ന മുൻകിൽ ഹെ മുൻകിൻ ഡോൺ കോ പക്കർ ന മുൻകിൻ. അതായത് ഒരു പ്രാവശ്യം അമിതാഭ് ബച്ചനും മറ്റൊരു പ്രാവശ്യം ഷാറുഖ് ഖാനും പറഞ്ഞൊരു ഡയലോഗാണ് ഡോൺ എന്നുള്ള സിനിമയിൽ. അതായത് ഡോണിനെ പിടിക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗാണ്. ശരിക്കും ഡോണിന് കഴിഞ്ഞ ദിവസം ഇവരൊക്കെ പിടിച്ചു കെട്ടി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാസ്തവം. ഇദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഏറ്റവും പ്രധാനം കുഞ്ഞ എന്ന താരം നമ്മൾ കളി കണ്ട നമുക്കറിയാം. കൃത്യമായിട്ടും അപ്പുറത്ത് എതിർ ബോക്സിൽ കുഞ്ഞയുടെ നീക്കങ്ങൾ അവർക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഡിഫൻഡേഴ്സിന്റെ മുമ്പിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. കുഞ്ഞ നന്നായിട്ട് കളിച്ചിരുന്ന ഒരു സമയമായിരുന്നു. കുഞ്ഞുള്ള സമയത്ത് അവർ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളായി നിന്നൊരു സമയമുണ്ടായിരുന്നു. പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ബോക്സിനകത്ത് പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ, കൃത്യമായിട്ടുള്ള പ്രഷർ. പെനൽറ്റി വാങ്ങുന്ന കുഞ്ഞാണ്. അതിനുശേഷം ബോക്സിൽ വീണ്ടും ഒരു ട്രൈ നടത്തുന്നുണ്ട് അദ്ദേഹം. അതെ, തീർച്ചയായിട്ടും കുഞ്ഞായിരുന്നു ഒരു ഘട്ടത്തിൽ അവർക്ക് കൃത്യമായി പ്രഷർ കൊടുത്തിരുന്നത്. പക്ഷെ കുഞ്ഞെ 58-ാം മിനിറ്റ് തന്നെ പിൻവലിക്കുന്നു. ഇവരുടെ ഇപ്പം പിന്നെ മാത്രമല്ല പെനാൽറ്റി നോർമലി നമ്മൾ കാണാറുള്ളത് ആ ടീമിലെ ഏറ്റവും മികച്ച താരം പെനാൽറ്റി എടുക്കുന്നു എന്ന രീതിയിലാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പം അർജന്റീനക്ക് വരുമ്പം മെസ്സി പെനാൽറ്റി എടുക്കുന്നു, പോർച്ചുഗലിന് വരുമ്പം റൊണാൾഡോ പെനാൽറ്റി എടുക്കുന്നു, അങ്ങനെ ഇപ്പം എംബാപ്പെ ഫ്രാൻസിന് വേണ്ടിയിട്ട് പെനാൽറ്റി എടുക്കുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും മികച്ച താരങ്ങൾ പെനാൽറ്റി എടുക്കുന്നു. മേ ബി വിനീഷ്യസിന് കൃത്യമായിട്ടും ആ പെനാൽറ്റി എടുക്കാമായിരുന്നു. ആദ്യം വിനീഷ്യസിന്റെ കയ്യിലായിരുന്നു പന്തുണ്ടായിരുന്നത്. വിനീഷ്യസ് ആണ് ഈ താരത്തിന് കൊടുക്കുന്നത്. അപ്പം വിനീഷ്യസിന് എടുക്കാൻ കഴിയുന്ന ഒരു പെനാൽറ്റി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ പെനാൽറ്റി എടുക്കുന്ന സമയത്ത് പോലും ആ കളിക്കാരന്റെ മുഖത്തൊരു സമ്മർദ്ദമൊക്കെയാണ് നേലിച്ചത്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അപ്പുറത്ത് എതിർ ഗോളിയാണെങ്കിൽ അദ്ദേഹം ആത്മവിശ്വാസത്തിന്റെ ഇയാളെ എങ്ങനെ പ്രഷറിലേക്ക് ആക്കാൻ പറ്റുമോ ആ രീതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പെനാൽറ്റി പിഴച്ചതോട് കൂടിയിട്ട് ബ്രസീലിൽ അവിടെ വലിയൊരു പിഴവ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ആ പെനാൽറ്റി എടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ 2-2 എന്ന നിലയിൽ നിൽക്കുമായിരുന്നു. പക്ഷേ കളിയിൽ മൊത്തം ഈ ഏറ്റവും മികച്ച രീതിയിൽ ഫുട്ബോൾ കളിച്ചത് നോർവേ തന്നെയാണ്. അവരുടെ പ്രസ്സിംഗ് ഗെയിം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഹാലണ്ട് കുറഞ്ഞ സമയമേ പന്ത് തട്ടിയുള്ളൂ എന്ന് പറഞ്ഞു, പക്ഷേ ഹാലണ്ട് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അവിടെ വലുതാണ്. ഹാലണ്ടിൻ്റെ അടുത്ത് പന്ത് കിട്ടുകയാണെങ്കിൽ ആ പന്ത് കിട്ടുന്ന സമയത്തൊക്കെ അതൊരു ഗോളാകും എന്ന രീതിയിലേക്ക് നിൽക്കുകയാണ്. അതുപോലെ അവരുടെ മുന്നേറ്റ നിര, ഈ ന്യൂനസ്, അത് എല്ലാവരും ഗംഭീരമായിട്ട് കളിച്ചൊരു മത്സരമായിരുന്നു. അവസാന ഘട്ടത്തിൽ നെയ്മറിനെയൊക്കെ കുറച്ച് നേരത്തെ മേ ബി നെയ്മറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നെയ്മറിനെ പോലത്തെ ഒരു താരം ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് നമുക്കറിയാം. അപ്പം നെയ്മർ 90 മിനിറ്റും കളിക്കാൻ സജ്ജനാണ് എന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കാർലോ ആഞ്ചലോട്ടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നെയ്മറെ ഫസ്റ്റ് ലെവലിൽ തന്നെ ഉൾപ്പെടുത്താമായിരുന്നു. ഇത് അവസാന ഘട്ടത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതേപോലെ നെയ്മറിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് ഇതിലേക്ക്, അതായത് എക്സ്ട്രാ ടൈമിലേക്ക് പോവുകയാണെങ്കിൽ ആ സമയത്ത് ഇറക്കാം എന്നാണ് വിചാരിച്ചിരുന്നത് എന്ന രീതിയിൽ കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങളെ നമ്മളൊക്കെ വലിയ രീതിയിൽ പ്രൈസ് ഒക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഈ മത്സരത്തിൽ നെയ്മർ പൂർണ്ണ ഫിറ്റ് ആയിരുന്നെങ്കിൽ 90 മിനിറ്റും കളിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നെയ്മറിനെ ഫസ്റ്റ് ലെവലിൽ ഉൾപ്പെടുത്താമായിരുന്നു. അതുണ്ടാക്കുന്ന
ഇമ്പാക്റ്റ് വളരെ വലുതാവുമായിരുന്നു. പക്ഷേ നെയ്മറിനെ ഏതാണ്ട് 70-ാം മിനിറ്റിലെങ്ങാനാണ് ഇറക്കിയത്. നെയ്മറിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് അവസാനത്തെ പെനാൽറ്റി ഒരു പ്രോത്സാഹന സമ്മാനം എന്ന രീതിയിൽ ബ്രസീലിന് കൊടുത്തതുപോലെയാണ് തോന്നിയത്. എങ്കിൽ കൂടിയും ഈ 2-1 എന്ന മത്സര ഫലം കൃത്യമായിട്ടും ഏറ്റവും മികച്ച ഫുട്ബോൾ കളിച്ച ടീമിനുള്ള പ്രതിഫലം തന്നെയാണ്. അവർ വിജയിച്ചതിൽ നോർവേ തന്നെയാണ് ഈ കളിയിൽ മുന്നിട്ട് നിന്നത്. ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓർമ്മകളിലെ മഞ്ഞ മന്ദാരത്തെക്കുറിച്ച് നമുക്ക് വീണ്ടും ഓർക്കാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബ്രസീലിൻ്റെ കാര്യം പറയുമ്പോഴേ 1990 ശേഷം ആദ്യമായിട്ടാണ് ക്വാർട്ടറിൽ പോലും എത്താതെ പുറത്താവുന്നത്. അത്രയും ഒരു മോശം റെക്കോർഡിലേക്ക് ബ്രസീൽ ഫുട്ബോൾ വീണു എന്നുള്ളതാണ് വലിയ നിരാശ. ബ്രസീലിൻ്റെ കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ പിന്നീടാണ്. പെലെയുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നീട് ബ്രസീലിൻ്റെ കാലഘട്ടം പിറക്കുന്നത് പിന്നീടുള്ള ഈ 90 ശേഷമുള്ള 94 ചാമ്പ്യന്മാരാകുന്നു, 98 റണ്ണേഴ്സ് അപ്പ് ആകുന്നു, 2002 അവർ വീണ്ടും ചാമ്പ്യന്മാർ. അങ്ങനെ ഒരു വ്യാഴവട്ടം കൃത്യം 12 വർഷം അവർ ഭരിച്ച ഫുട്ബോളാണ് ഇത്. അതെ, അതിനുശേഷം വരുമ്പോഴേക്കും ആ ഒരു തലമുറ മാറിക്കഴിയുമ്പോഴേക്കും ബ്രസീൽ വീണ്ടും ഒരു ഡിക്ലൈനിലേക്ക് പോകുന്നു. പിന്നീട് യൂറോപ്യൻ ശക്തികളോട് ക്വാർട്ടറിൽ നോക്കൗട്ടിൽ തോറ്റുപോവുക എന്നുള്ളൊരു പതിവ് അവർ വരുന്നു. സ്വന്തം നാട്ടിൽ നടക്കുന്ന ലോകകപ്പിൽ പോലും 2014 അവർ നിരാശപ്പെട്ടു പോകുന്നു. അതിനൊരു പ്രധാന കാരണം നെയ്മറുടെ പരുക്ക് എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എങ്കിൽ പോലും അവർ വലിയൊരു തോൽവി വഴങ്ങുന്ന 4ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്നു. ഇതാണ് ബ്രസീൽ ഫുട്ബോളിൻ്റെ സമീപകാലത്തെ സ്ഥിതി എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ അഭിരമിക്കുകയാണ്, ആരാധകർ അഭിരമിക്കുന്നത് വരെ ജോഗോ ബൊണീറ്റയും സാമ്പാ താളവും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ശരിക്കും ബ്രസീൽ ഫുട്ബോളിന് ഒരു കംബാക്ക് എത്ര വേഗത്തിൽ സാധ്യമാകുമെന്നുള്ളതായിരിക്കണമല്ലോ ഇന്നത്തെ ചർച്ചകൾ എന്ന് പറയുന്നത്. അത് ഇത്ര വേഗത്തിൽ സാധ്യമാകും. ഇങ്ങനെ ആൻസലോട്ടിയെ പോലെ ഒരു വിഖ്യാത പരിശീലകൻ വന്നിട്ട് പോലും അവർ മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചു. അവരുടേതായിട്ടുള്ള പരിശീലകരൊക്കെ മാറ്റുന്നു, പുറത്തുനിന്നൊരു പരിശീലകൻ വന്ന് പരിശീലിപ്പിക്കുകയാണ്. എന്നിട്ടും രക്ഷയില്ലാതെ പോകുന്നു ബ്രസീൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകകപ്പിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ബ്രസീൽ അധിക ദൂരം പോകില്ല എന്ന്. മൊറോക്കോക്കെതിരെ മത്സരം കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഈ ടീമിൽ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഹെയ്ത്തിക്കെതിരെ അവർ ശക്തമായിട്ട് തിരിച്ചു വരുന്നു. സ്കോട്ട്ലൻഡിനെതിരെ 3-0 നീക്കുമ്പോൾ വീണ്ടും നമ്മൾ കരുതുന്നത് ബ്രസീൽ താളം വീണ്ടെടുത്തു എന്നുള്ളതാണ്. കുഞ്ഞെ രണ്ടാമത്തെ കളിയിൽ ഉൾപ്പെടുത്തുന്നതോടുകൂടിയാണ് അവർ വീണ്ടും ഒരു സ്കോറിംഗ് പാറ്റേണിലേക്ക് അവർ കടക്കുന്നത്. പക്ഷേ ഇന്നലെ കുഞ്ഞെ മാറ്റുന്നു. അതിന് ഉപരിയായിട്ട് 2 പേരുടെ അഭാവം കൂടി ഈ നമ്മൾ ആഞ്ചലോട്ടി കുറ്റം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. റഫീഞ്ഞ ആദ്യം തന്നെ പരിക്കേറ്റ് പോകുന്നു, ആ ഒരു സൈഡ് വീക്കാവുന്നു. പക്കേറ്റ അതിന് പിന്നാലെ പരിക്കേറ്റ് പോകുന്നു. അദ്ദേഹത്തിന് പകരമാണ് ഇന്നലെ താരം റയാൻ വരുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള സ്ഥിതിഗതികൾ കൂടി, പിന്നെ അവരുടെ ഏറ്റവും കീ പ്ലെയർ ആയിട്ടുള്ള നെയ്മർ പരിക്കിൻ്റെ പിടിയിലായിട്ട് നിൽക്കുന്നു. അപ്പോൾ അതുകൂടി ഒരു പ്രധാന പ്രശ്നമല്ലേ, നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും ആ ഒരു സൈഡ് കാണേണ്ടതല്ലേ. അതായത് റയാൻ്റെ കാര്യത്തിൽ പക്വറ്റയ്ക്ക് പരിക്ക് പറ്റിയത് നന്നായി, റഫീനയ്ക്ക് പരിക്ക് പറ്റിയത് നന്നായി. റയാൻ ആ ഭാഗം നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു റയാൻ വലിയ രീതിയിൽ കൊട്ടിക്കൊഴിച്ചത്. പക്ഷേ റയാൻ ഡിഫൻസിനെ കൂടി സഹായിക്കുന്നത് കൊണ്ടാണ് ആ രീതിയിൽ എല്ലാവർക്കും സ്വീകാര്യനായത്. ഇതുപോലെയുള്ള ത്രൂ ഔട്ട് അറ്റാക്ക് കളിക്കുന്ന ടീമിനെതിരെ അറ്റാക്കിൽ തന്നെ പിടിച്ച് കളിക്കാൻ റഫീനയെ പോലൊരു താരം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി അറ്റാക്കിലേക്ക് തന്നെ പോകുമായിരുന്നു. സ്വാഭാവികമായിട്ടും ഈ വിധമായിരിക്കില്ല റിസൾട്ട് വരിക എന്നുള്ളത്. അപ്പോൾ റഫീനയ്ക്ക് അവിടെ ഒരു സ്പേസ് കിട്ടാതിരുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇഞ്ചുറി ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഫിറ്റ്നസ് വീണ്ടെടുത്തിട്ടുണ്ടായിരുന്നു, ടീമിലുണ്ടായിരുന്നു, 11 ബെഞ്ചിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ കളിപ്പിക്കാമായിരുന്നു. അത് കുറെ കൂടി ഡിഫൻസിനെ കൂടി സഹായിക്കുന്ന താരമല്ലേ എന്ന് കരുതിയിട്ടായിരിക്കും റയാന് തന്നെ ഒരിക്കൽ കൂടി ആഞ്ചലോട്ടി ഫസ്റ്റ് ചോയ്സ് കൊടുക്കുന്നത്. ബ്രസീലിൻ്റെ പ്രശ്നം ഇനിയൊരു തിരിച്ചുവരവ്. ഇപ്പോൾ ആഞ്ചലോട്ടി വന്ന സമയത്തെല്ലാം നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു, ബ്രസീൽ വീണ്ടും പഴയ പ്രതാപം വീണ്ടെടുക്കും, അതിലേക്കുള്ളൊരു സമയത്തിലേക്കാണ് അവർ എന്നുള്ളത്. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ട് ബ്രസീലിൽ നിന്നല്ലാത്തൊരു പരിശീലകൻ അവർ അങ്ങോട്ട് വരുന്നു. അദ്ദേഹം വേൾഡ് കപ്പിന് ബ്രസീലിനല്ലാത്തൊരു പരിശീലകനുമായിട്ട് വരുന്നു എന്നുള്ളത്. പക്ഷേ ആ നാട്ടിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പ്രസിഡൻറ്റും നാഷണൽ ടീമിലും ഇഷ്യൂസ് ഉണ്ട്. അദ്ദേഹം ഇറ്റലിയിൽ തന്നെ പൊക്കോട്ടെ, ഇവിടെ കളി പഠിപ്പിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ള രീതിയിൽ ഒരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് പ്രസ്താവന ഇറക്കുന്ന സാഹചര്യം വന്നു. നെയ്മർ അദ്ദേഹം വർക്ക് ഫ്രം ഹോം പ്ലെയർ എന്നുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്നു. അതായത് ലോകം കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളായ താരത്തെ ആ നാട്ടിലെ പ്രസിഡന്റ് ആ വിധം ഓപ്പണായിട്ട് പറയുമ്പോൾ എത്രത്തോളം പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഫെഡറേഷനും ആ രാജ്യവും തമ്മിലുള്ള നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അവിടെ ദേശീയ ലീഗിൽ വലിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഇപ്പോഴില്ല. തുടക്കത്തിൽ നമുക്കറിയാം ഒരുപാട് ഗംഭീരമായ പ്ലേയേഴ്സ് വന്നതാണ്. ഇപ്പം നെയ്മർ തൻ്റെ അവസാന നിമിഷം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് സാന്റോസിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാം പിന്നെ കളിക്കുന്ന എല്ലാം ക്വാളിറ്റി പ്ലേയേഴ്സാണ്. യൂറോപ്പിൽ കളിക്കുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ബ്രസീലിൽ കളിക്കുന്നത്, അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ പുതിയ താരങ്ങൾ ആ നാട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാ കാലത്തും അത്യാവശ്യം നല്ല ഈ ഫവേല എന്ന് നമ്മൾ പറയുമല്ലോ, ബ്രസീലിൻ്റെ തെരുവുകൾ കണ്ടെത്തുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ റൊണാൾഡീഞ്ഞോ ഉണ്ട്, റോബിഞ്ഞോ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്. അതിലേറ്റവും ലാസ്റ്റ്
പ്രൊഡക്റ്റ് എന്ന് പറയാവുന്ന ഒരു താരമാണ് നെയ്മർ എന്ന് പറയുന്നത്. നെയ്മർക്ക് ശേഷം അത്രയ്ക്ക് ലക്ഷണമൊത്തൊരു താരം വരുന്നില്ല. എല്ലാ അർത്ഥത്തിലും ബ്രസീലിനൊരു ഇമോഷൻ ആവുന്ന ഞങ്ങളുടെ താരം എന്ന വലിയ രീതിയിൽ പറയുന്ന ഒരു താരം വരുന്നില്ല എന്നുള്ളത്. അതായത് അക്കാഡമികൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് അല്ല ബ്രസീൽ ഫുട്ബോൾ. അവർ രക്തത്തിൽ ഫുട്ബോൾ ഉള്ളവരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം കൊണ്ടാണ് ജോഗോ ബൊണിറ്റൊക്കെ മാറ്റി മറ്റൊരു പ്രാക്ടിക്കൽ ലെവൽ ഓഫ് ഫുട്ബോളിലേക്ക് തിരിയുന്നത്. പക്ഷെ ആ പ്രാക്ടിക്കൽ ലെവലിൽ ഫുട്ബോളിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസീലിയർ എല്ലാ കാലത്തും കളിച്ചിട്ടുള്ള അവരുടേതായ അവരുടെ ഒരു ആത്മാംശം കൊണ്ടാണ് കളിക്കുന്നത്. ആ ഒരു സാധനം ബ്രസീലിന് നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ റൊണാൾഡീഞ്ഞോ ഏറ്റവും സുന്ദരമായ ഫുട്ബോൾ കളിക്കുന്നത് അതാ ബ്രസീലിയൻ ഫ്ലേവർ അദ്ദേഹത്തിന് വരുന്നതുകൊണ്ടാണ്. അത് അദ്ദേഹം എവിടെ പോയി കളിച്ചാലും അതിനകത്ത് വരും. അതിപ്പോൾ ബാഴ്സലോണയിൽ കളിച്ചാലും ഇറ്റലിയിൽ പോയി കളിച്ചാലൊക്കെ ആ ഒരു സാധനം അദ്ദേഹത്തിന് വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോൾ അത്തരത്തിലൊരു സാധനം ബ്രസീലിന് നഷ്ടപ്പെട്ടു. അതിനി എന്ന് തിരിച്ചു പിടിക്കും എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ ഈ വിധം പ്രാക്ടിക്കൽ ഫുട്ബോളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ ഡോൺ കാർലോ പ്രാക്ടിക്കൽ ഫുട്ബോളിൻ്റെ വക്താവാണ്, അഞ്ചലോട്ടി പ്രാക്ടിക്കൽ ഫുട്ബോളിൻ്റെ വക്താവാണ്. പക്ഷെ അദ്ദേഹം ഇന്ന് ചെയ്തത് എന്താ? ഡിഫൻസീവ് ഗെയിം കളിക്കാൻ തീരുമാനിക്കുന്നു. തുടക്കം മുതൽ ആ രീതിയിൽ മതിയെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒഫൻസീവ് കളിക്കാനുള്ള താരങ്ങൾ ഉണ്ടായിട്ട് പോലും ആ വിധം അദ്ദേഹം ഡിഫൻസീവിലേക്ക് തിരിയുമ്പോഴാണ് ആ പ്രശ്നം വന്നത്. അത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും ബ്രസീലിന് മുമ്പിലുള്ള ആദ്യത്തെ വെല്ലുവിളി. ഇനിയിപ്പോൾ ഈ ഒരു ഇഷ്യൂവിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഡോൺ കാർലോ എത്ര നാൾ അവിടെ സർവൈവ് ചെയ്യും എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. MSK ഈ ബ്രസീൽ ഫുട്ബോളിനെ നയിച്ചത് എക്കാലത്തും കുറേ ഐക്കൺ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് പെലെ ദീർഘകാലം ഉണ്ടായിരുന്നു. പെലയ്ക്ക് ലരിച്ചെ പോലെയുള്ള നിരവധി പ്രതിഭകളുണ്ടായിരുന്നു. എങ്കിൽ പോലും പെലെ ഒരു ഐക്കൺ പ്ലെയർ ആയിട്ട് അവിടെ ഉണ്ട്. അതിനുശേഷം 90-കളിൽ അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് റൊമാരിയോ അവിടെ ഉണ്ട്. അത് കഴിയുമ്പോഴത്തേക്കിന് റൊണാൾഡോ നസാരിയോ ആ റോൾ ഏറ്റെടുക്കുന്നുണ്ട്. അദ്ദേഹം മടങ്ങിയതിന് ശേഷം കക്ക കുറച്ചാലുണ്ടായിരുന്നു. അതിനുശേഷം വരുന്ന ആളാണ് നെയ്മർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നെയ്മർ കൂടി മടങ്ങുകയാണ്. അവിടെ അങ്ങനെ ഉയർത്തി കാണിക്കാൻ പറ്റിയ ഒരു താരം ഉയർന്നു വരുന്നില്ല. അതിപ്പോൾ അതിൻ്റെ കാരണം കൂടി അദ്ദേഹം ജയേഷ് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഉത്തേജിപ്പിക്കാൻ പോലും ഒരു താരം കൂടി ഇല്ലാത്ത അവസ്ഥയിൽ എങ്ങനെയായിരിക്കും ബ്രസീൽ ഫുട്ബോൾ അതിജീവിക്കുക എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഇതിൽ ഇപ്പം ഈ ജയേഷ് പറഞ്ഞതുപോലെ തന്നെ അവരൊരു ട്രൂ ഫുട്ബോൾ എന്ന രീതിയിൽ നോക്കും. നമ്മൾ ആ ബ്രസീലിൻ്റെ തെരുവുകളിൽ നിന്നും മികച്ച ഫുട്ബോളേഴ്സ് ഉയർന്നു വരുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടം, ഈ കഴിഞ്ഞ 10 കൊല്ലം നെയ്മർ ആയിരുന്നെങ്കിൽ കൂടിയും നെയ്മറിന് അദ്ദേഹത്തിൻ്റെ പരിക്ക് എപ്പോഴും വലിയൊരു ആഘാതമായിട്ടുണ്ട്. കാരണം നെയ്മർ പരിക്ക് കാരണം തന്നെ 3 വർഷത്തിന് ശേഷമാണ് ദേശീയ ടീമിൽ കളിക്കുന്നത് പോലും. അപ്പം അദ്ദേഹത്തിന് അതെ ഏതാണ്ട് ഒരു 300-ഓളം മത്സരങ്ങളാണ് അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിനുള്ളിൽ ഈ പരിക്ക് കാരണം നഷ്ടമായത്. അത് ക്ലബ്ബ് തലത്തിലുണ്ട്, ദേശീയ തലത്തിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മേ ബി നെയ്മറിന് ഇപ്പം മെസ്സിക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കോ ഉള്ളൊരു സ്റ്റാറ്റ്സ് ഉണ്ട്. അത് അവരടിച്ചു കൂട്ടിയ ഗോളുകൾ, അവരടിച്ചു കൂട്ടിയ അന്താരാഷ്ട്ര ഗോളുകൾ, ക്ലബ്ബ് തലത്തിലുള്ള ഗോളുകൾ. പക്ഷേ നെയ്മർക്ക് നഷ്ടപ്പെട്ട ഈ 250 മത്സരങ്ങൾ അല്ലെങ്കിൽ 300 മത്സരങ്ങൾ കൂടി നോക്കുമ്പോൾ അവർക്കൊപ്പം തന്നെ നിൽക്കേണ്ട ഒരാൾ തന്നെയായിരുന്നു നെയ്മർ. അപ്പം നെയ്മറിന്റെ പരിക്ക് പോലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അടിയായി മാറിയിട്ടുണ്ട്. അവർക്ക് പിന്നെ വിനീഷ്യസ് ജൂനിയർ ഒക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഒരു ഐക്കൺ പ്ലെയർ എന്ന രീതിയിൽ വെക്കാൻ കഴിയുന്ന ആളുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. അപ്പം ബ്രസീൽ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും. ഇപ്പം നേരത്തെ പിന്നെ റൊണാൾഡോ കുറേ കാലം നിന്നിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. റൊണാൾഡോ ഒരേ സമയം ക്ലബ്ബ് തലത്തിലും അതുപോലെ തന്നെ ദേശീയ ടീമിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ നെയ്മറിന്റെ കാലഘട്ടത്തിലായപ്പോൾ നെയ്മർ ഐക്കൺ പ്ലെയർ ആണെങ്കിൽ കൂടിയും നെയ്മർ കളിച്ചിരുന്ന ക്ലബ്ബ് എന്ന് പറയുമ്പോൾ ബാഴ്സയിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്, PSG കളിച്ചിരുന്നു. ഈ 2 പ്രധാനപ്പെട്ട ക്ലബ്ബിലായിരുന്നു അദ്ദേഹം കളിച്ചിരുന്നത്. പക്ഷേ ആ സമയത്ത് പോലും അദ്ദേഹം ആ ക്ലബ്ബിലെ മെയിൻ പ്ലെയർ ആയിരുന്നു എന്നുള്ള കാര്യം സംശയമാണ്. ആ ക്ലബ്ബിൽ ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ മെസ്സി ഉണ്ടായിരുന്നു, 2 പ്രാവശ്യവും മെസ്സി ഉണ്ടായിരുന്നു. അപ്പം പക്ഷെ റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ക്ലബ്ബിലെ ഏറ്റവും മികച്ച പ്ലെയറായി നിൽക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം നെയ്മറെ സംബന്ധിച്ചിടത്തോളം ഈ നെയ്മറിന്റെ പരിക്ക് പോലും ബ്രസീലിന്റെ അപജയത്തിന് കാരണമായി എന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. പിന്നുള്ളത് ഇതുപോലുള്ള ആളുകൾ, പക്ഷെ ബ്രസീൽ ഇതുപോലുള്ള ആളുകൾ എന്തായാലും കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും അതൊരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു സംഭവമാണ്. രണ്ടാമത്തെ മത്സരത്തിലേക്ക് വരാം. ഇതിപ്പോൾ നോർവേയുടെ എതിരാളികളെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു ഇംഗ്ലണ്ടാണ്. അതിഗംഭീരമായിട്ടൊരു തീപ്പൊരിക്കളി 3-2 എന്ന സ്കോർ കാർഡ് സൂചിപ്പിക്കുന്നതിലുപരിയായിട്ടുള്ള ആക്രമണം കണ്ട ഫുട്ബോളാണ് നമ്മൾ രണ്ടാമത്തെ മത്സരത്തിൽ ഇന്ന് കണ്ടത്. ഒരു നിരാശ, ഒരു ആതിഥേയർ കൂടി മടങ്ങുന്നു. കാനഡയ്ക്ക് പിന്നാലെ മെക്സിക്കോയും മടങ്ങിയിരിക്കുന്നു. അതും ചരിത്രപ്രധാനമുള്ള അസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ മെക്സിക്കോയിൽ അവർ മടങ്ങുന്നു. ഇംഗ്ലണ്ടിനെ നോവുന്ന ഓർമ്മകളുള്ള ആ സ്റ്റേഡിയത്തിൽ അവർക്ക് കാലങ്ങളോളം ഓർത്തിരിക്കാവുന്ന ഒരു വിജയമാണ് ഇന്നിപ്പോൾ ഹാരി കെയ്നും ബെല്ലിംഗാമും ചേർന്ന് അവർക്ക് നൽകിയിട്ടുള്ളത്. 2 പെനാൽറ്റികൾ കണ്ട മത്സരം, ഒരു ചുവപ്പ് കാർഡ് കണ്ട മത്സരം. പക്ഷേ ഈ മത്സരത്തെ ഏറ്റവും കീ പോയിന്റ് എന്ന് പറയുന്നത് 10 പേരുമായി കളിച്ചിട്ടാണ് ഏതാണ്ട് ദീർഘസമയം
അരമണിക്കൂറിന് മണിക്കൂർ അപ്പുറം 10 പേരുമായി കളിച്ചിട്ടാണ് അത്രയും തീവ്രമായ ഒരു മത്സരം ഇംഗ്ലണ്ട് ജയിക്കുന്നത് എന്നുള്ളതാണ്. ആ മത്സരം ദീർഘനാൾ എന്തായാലും നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. മെക്സിക്കോയെ ബീറ്റ് ചെയ്യാൻ ഇംഗ്ലണ്ടിന് സാധിച്ചത് എങ്ങനെയാണ്? ആദ്യ സെക്കൻഡ് മുതൽ വിസിലടിക്കുന്ന അവസാന സെക്കൻഡ് വരെ ഒരേ ഇൻറ്റൻസിൽ പോയൊരു ഗെയിമാണ്. സാധാരണ ഒന്ന് പതിഞ്ഞ് തുടങ്ങി സെക്കൻഡ് ഹാഫിലൊക്കെ കത്തിക്കയറുന്ന മത്സരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഗംഭീരമായി കളിച്ച് സെക്കൻഡ് ഹാഫ് ഇച്ചിരി ഡിഫെൻസീവ് ആകുന്ന ഗെയിം നമ്മൾ കാണാറുണ്ട്. ഇത് തുടക്കം മുതൽ അവസാനം, അതായത് വിസിലടിച്ച് 111-ാമത്തെ മിനിറ്റിലാണ് ഫൈനൽ വിസിൽ വരുന്നത്. അതുവരെ കാണിക്കുന്ന രണ്ട് ടീമും കാണിക്കുന്ന ഒരു ഇൻറ്റൻസ് ഉണ്ട്. അപ്പുറത്ത് ഏത് നിമിഷം വേണമെങ്കിലും ഗോൾ പൊട്ടാമെന്നുള്ള രീതിയിൽ മാറിയ അങ്ങേയറ്റം ഏറ്റവും ത്രില്ലിംഗ് ആയൊരു അസ്റ്റിക സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുമ്പോഴെല്ലാം അവിടെ സംഭവം ഉണ്ടാവാറുണ്ട്. ആ ഒരു സെയിം സാധനം തന്നെയാണ് ഇവിടെയും വന്നിട്ടുള്ളത്. അപ്പോൾ എടുത്തു പറയാനുള്ളത് ബെല്ലിംഗ്ഹാം തന്നെയാണ്. ബെല്ലിംഗ്ഹാം ഒരു ഇരട്ട ഗോൾ അടിക്കുന്നത്, അതായത് കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിക്കാൻ കഴിഞ്ഞിട്ടിരുന്നില്ല. വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ വന്നു തുടങ്ങുന്നു ഇംഗ്ലണ്ടിനെതിരെ. മെക്സിക്കോ ആണെങ്കിൽ ഈ വേൾഡ് കപ്പിൽ ഗോൾ വഴങ്ങാതെ അത്രയും ഗംഭീരമായ ഡിഫൻസോടുകൂടി വരുന്ന ടീമാണ്. ആ പോസ്റ്റിലേക്കാണ് 2 മിനിറ്റിൻ്റെ ഇടവേള, 90 സെക്കൻഡുകളുടെ കൃത്യമായി പറഞ്ഞത് 90 സെക്കൻഡ് ഇടവേളയിൽ ബെല്ലിംഗ്ഹാം 2 ഗോൾ അടിക്കുന്നത്. അപ്പുറത്ത് മെക്സിക്കോ കീഴടങ്ങുന്നില്ല, അവർ തിരിച്ചടിക്കുന്നു. ഹാരി കെയിൻ്റെ ഒരു പെനൽറ്റിയിലൂടെ ഇംഗ്ലണ്ട് 1 ഗോളും കൂടി അടിച്ച് 3-1 സേഫ് ആക്കുന്നു. വീണ്ടും അപ്പുറത്ത് മെക്സിക്കോ ഗോൾ അടിക്കുന്നു 3-2. ഏത് നിമിഷം അത് 3-3 ആവുമെന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഗംഭീരമായി പോകുന്ന സമയത്ത് അതിനിടയ്ക്കാണ് ക്യുനോഷിന് 54-ാം മിനിറ്റിൽ ആ റെഡ് വരുന്നുണ്ട്. പിന്നീട് ഏകദേശം ഒരു 60 ഇഞ്ചുറിയുടെ സമയം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 70 മിനിറ്റിന് പുറത്ത് 1 മണിക്കൂറോളം അവർ 10 പേരും വെച്ചിട്ടാണ് കളിക്കുന്നത്. അത് അത്രയും ഇൻറ്റൻസ് ഗെയിം. ഇപ്പോൾ ഒരു ഗെയിം പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇംഗ്ലണ്ടിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതിഭീകരമായ കോൺഫിഡൻസ് ആണ് ഇംഗ്ലണ്ടിന് നൽകാൻ പോകുന്നത്. അടുത്ത റൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് മാച്ചിലെ ഒരു പ്രകടനം കൊടുക്കുന്ന ഒരു മുൻതൂക്കം ഉണ്ടാവും. അത് ഉറപ്പായിട്ടും ഇംഗ്ലണ്ടിന് കിട്ടുമെന്നുള്ളത് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. അപ്പം നമുക്കറിയാം ഈ മത്സരം തുടങ്ങിയത് തണ്ടർസ്റ്റോം സാധ്യത മുൻനിർത്തി 1 മണിക്കൂർ വൈകിട്ടാണ് തുടങ്ങിയത്. മത്സരം തുടങ്ങിയിട്ടും ഇടിമിന്നലായിരുന്നു. അതിൻ്റെ അപ്പുറത്തുള്ള ഇടിമിന്നൽ തന്നെയായിരുന്നു ഗ്രൗണ്ടിൽ ഉണ്ടായത് എന്നുള്ളതാണ്. MSK അതായത് സ്റ്റാറ്റിക്സ് ഞാൻ നോക്കുകയായിരുന്നു. 2 ഗോള് മെക്സിക്കോ, 3 ഗോള് ഇംഗ്ലണ്ട്. ഷോട്ടുകൾ അടിച്ചത് 23 ഷോട്ടുകൾ മെക്സിക്കോ അടിച്ചിട്ടുണ്ട്. 6 ഷോട്ടുകളാണ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്ന്. ലക്ഷ്യത്തിലേക്ക് 2 പേരും തുല്യമാണ്, 5-5 വീതം അടിച്ചിട്ടുണ്ട്. പന്തടക്കം 66% മെക്സിക്കോയുടെ ഭാഗത്തു നിന്നാണെന്നാണ് സ്റ്റാറ്റിക്സ് പറയുന്നത്. 36% ഉള്ളൂ. 12 കോർണറുകളാണ് മെക്സിക്കോ. പാസ് ഏറെക്കുറെ ഇംഗ്ലണ്ടിനേക്കാൾ ഇരട്ടി പാസുകൾ മെക്സിക്കോയ്ക്ക് ഉണ്ട്. കോർണറുകൾ സമ്പാദിച്ചത് മെക്സിക്കോ ആണ്, 12 കോർണർ. മറ്റു ഭാഗത്ത് 2 കോർണർ മാത്രമേ. ഫൗളുകൾ 13 ഫൗളുകൾ മെക്സിക്കോ വരുത്തിയിട്ടുണ്ട്, 6 മാത്രമാണ് അപ്പുറത്ത്. പക്ഷേ ചുവപ്പ് കാർഡ് ഇവിടെ ഇല്ല, ഇംഗ്ലണ്ടിന് ഒരു ചുവപ്പ് കാർഡും കിട്ടി എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ പറഞ്ഞ പോലെ ബെല്ലിംഗ്ഹാമിൻ്റെ മികവ്, കെയിനിൻ്റെ ഫോം, ഇംഗ്ലണ്ടിൻ്റെ പ്രതിരോധ വീര്യം, 10 പേരുമായിട്ട് കളിക്കുക എന്ന് പറയുന്നത് സാധാരണ 15 പേരുണ്ടെങ്കിൽ പോലും ചില കളികൾ പ്രതിരോധിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവർ ഇത്രയും പിടിച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലണ്ട് നൽകുന്ന ആത്മവിശ്വാസം, അത് ഇംഗ്ലണ്ട് കുറച്ചുകൂടി ഈസി ആകുന്നുണ്ടോ? അടുത്ത കളിയിൽ നോർവേ ആണ് എതിരാളികൾ. അടുത്ത കളി നോർവേ എന്ന് പറയുമ്പം പാതിരാ സൂര്യന്റെ നാടും സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ നാടും തമ്മിലുള്ള മത്സരമായിരിക്കും. അപ്പം ഇതിൽ ഒരു ഘട്ടത്തിൽ മെക്സിക്കോ തന്നെയായിരുന്നു മുന്നിൽ നിന്നിരുന്നത്. മെക്സിക്കോ പിന്നെ തുടക്ക സമയത്ത് മെക്സിക്കോയുടെ ആക്രമണങ്ങളാണ് നമ്മൾ കൂടുതലും കണ്ടത്. പക്ഷേ ഈ കളിയുടെ ഗതിക്ക് വിപരീതമായിട്ടാണ് 2 ഗോളുകൾ വന്നത്. പക്ഷേ എന്നിട്ടും മെക്സിക്കോ തിരിച്ചു വന്നു. മെക്സിക്കോ കൃത്യമായിട്ട് ഫൈറ്റ് ചെയ്തു. ഇപ്പം അതായത് പിന്നെ വിജയികൾ ഇപ്പം 10 പേരുമായിട്ടാണ് ഇംഗ്ലണ്ട് പിന്നീടുള്ള ഒരു അരമണിക്കൂർ കളിച്ചതെന്ന് പറയുമ്പോൾ അവരുടെ പിന്നെ സ്റ്റാറ്റ്സും അതുപോലെ തന്നെ അവരുടെ ഈ നിശ്ചയദാർഢ്യമൊക്കെ കൃത്യമായിരുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പിന്നുള്ളത് അടുത്ത മത്സരത്തിലേക്ക് വരുന്ന, ഞാൻ ശരിക്കും അടുത്ത മത്സരമാണ് പ്രതീക്ഷിക്കുന്നത്. ഹാരി കെയിൻ വേഴ്സസ് ഏർലിംഗ് ഹാലാൻഡ് എന്നുള്ള രീതിയിൽ വരുന്ന സമയം. 2 പേരും ഈ ഏറ്റവും മികച്ച ഗോൾ സ്കോറേഴ്സ് ആണ്. 2 പേരും EPL ഇപ്പോൾ ഹാരി കെയിൻ ടോട്ടനത്തിൻ്റെ കൂടെ ഉള്ള സമയത്തൊക്കെ അദ്ദേഹം ഗോൾ അടിച്ചു കൂട്ടുന്ന ഒരു സമയം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഹാലണ്ടും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ ഗോളടി വിദഗ്ധനിൽ ഒരാളാണ്. അപ്പോൾ അവർ തമ്മിലുള്ള മത്സരമാണ്. ക്ലിനിക്കൽ ഫിനിഷേഴ്സ് ആണ്, 2 നല്ല ഫിനിഷേഴ്സ് ആണ്. അപ്പോൾ അവരുടെ ഇതാണ്. പിന്നെ ഈ മത്സരത്തിൽ വരുമ്പോൾ ആ 2 ഗോളുകൾ പിന്നെ അതും ഏതാണ്ട് ഒരു 1 മിനിറ്റിന്റെ ഇടവേളയിലാണ് ആ 2 ഗോളുകൾ വന്നത്. ആ 2 ഗോളുകൾ കളിയുടെ നമ്മൾ 90 സെക്കൻഡ്. അപ്പം നമ്മൾ കളിയുടെ ഗതിക്ക് വിപരീതമായ ഗോളുകൾ പിറക്കുന്നു എന്ന് പറയില്ലേ. അപ്പോൾ അതിന്റെ രീതിയിൽ തന്നെയാണ് ഈ 2 ഗോളുകളും നമുക്ക് കാണാൻ സാധിച്ചത്. എങ്കിൽ കൂടിയും ഇംഗ്ലണ്ടിന്റെ പിന്നെ 10 പേരെ വെച്ചിട്ടും അവർ പിടിച്ചു നിന്നു എന്നുള്ളതാണ്. മെക്സിക്കൻ ഇപ്പം ഈ ലോകകപ്പിൽ കഴിഞ്ഞ ദിവസം സാമ്പാ താളവും നിലച്ചു, മെക്സിക്കൻ വേവും നിന്നു എന്ന് നമുക്ക് പറയാം. മറ്റൊരു കാര്യം കൂടി നമ്മൾ രസകരമായിട്ട് പറയേണ്ടതുണ്ട്. ഗോൾഡൻ ബൂട്ട് പോരാട്ടം അതിലേറെ തീവ്രമാവുകയാണ്. ലയണൽ മെസ്സി 7 ഗോൾ അടിച്ചു. തൊട്ടു പിന്നാലെ അടുത്ത മത്സരത്തിൽ കിലിയൻ എംബാപ്പെ 7 ഗോളിലേക്ക് എത്തുന്നു. ഇന്നലെ നടന്ന മത്സരത്തിൽ നോർവേക്ക് വേണ്ടിയിട്ട് 2 ഗോൾ അടിച്ചുകൊണ്ട് എർലിംഗ് ഹാലണ്ടും അവിടേക്ക് 7 ഗോൾ. ഇത് ചരിത്രത്തിൽ ആദ്യമാണ് ഒരു ഫിഫ ലോകകപ്പിൽ 3 താരങ്ങൾ
മൂന്ന് വ്യത്യസ്ത രാജ്യങ്ങളുടെ താരങ്ങൾ കൂടി 7 ഗോൾ വീതം സ്കോർ ചെയ്യുന്നു എന്നുള്ളത്. ആ പട്ടികയിലേക്ക് ഹാരി കെയ്നും അടുത്ത് ചൂട് വെച്ച് തുടങ്ങുകയാണ്. 5 ഗോളാണ് അദ്ദേഹം ഈ ഗോളോട് കൂടി വന്നിരിക്കുന്നത്. ഡെമ്പലെ 4 ഗോളുമായിട്ട് അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു പോരാട്ടത്തെക്കുറിച്ച് കൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. 39-കാരനായ മെസ്സി 25-28 വയസ്സുള്ള താരങ്ങളോടായിട്ട് മത്സരിക്കുകയാണ്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഹാലണ്ട് ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ കളിച്ചിരുന്നെങ്കിൽ മേ ബി അദ്ദേഹത്തിന് ഒരു 1-2 ഗോൾ അടിച്ചിട്ട് അത് അവര് സേഫ് ആക്കി വെച്ചതായിരുന്നു നോർവേ. വേറെ ഇഞ്ചുറികളൊന്നും വരണ്ട, മാത്രമല്ല ആ മത്സരം പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ഐവറി കോസ്റ്റിനെ കിട്ടണം, ഇത് അടുത്ത റൗണ്ട് ഐവറി കോസ്റ്റിനെ കിട്ടണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലൊക്കെ ഇറങ്ങിയതാണ്. പുള്ളി ഒരു ലാസ്റ്റ് കുറച്ച് വിഷയങ്ങളും കളിച്ചിരുന്നെങ്കിൽ ഒരു ഗോൾ അടിക്കാമായിരുന്നു. ഞാൻ ഹാലണ്ടിനെ സപ്പോർട്ട് ചെയ്യുന്നു. മെസ്സി ടോപ്പ് സ്കോറർ ആവുന്നതാണോ പറയുന്നത്? മെസ്സി അല്ലെങ്കിൽ എംബാപ്പെ. നോർവേ എത്ര ദൂരം പോകുമെന്നുള്ളത് കൂടി നമ്മൾ നോക്കണമല്ലോ. അതിനകത്ത് അർജന്റീനയും ഫ്രാൻസുമായിരിക്കും കുറച്ചധികം കൂടുതൽ. ഒന്നും പറയാൻ പറ്റില്ല, ഫുട്ബോളാണ്. ഇപ്പോൾ ബ്രസീലിനെ ഈ വിധം തോൽപ്പിച്ച് അവർ വരും, നമ്മളാരും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന ടീമുകളിൽ കൂടുതൽ ദൂരം പോകാൻ സാധ്യത അർജന്റീനയും ഫ്രാൻസും ആയതുകൊണ്ട് മെസ്സിക്കും എംബാപ്പയ്ക്കും നമ്മൾ തുടക്കം മുതലേ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഹാളണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർവേ മുന്നോട്ട് പോയി സാധ്യതയുണ്ട്. നോർവേയുടെ ഒരു അപ്രതീക്ഷിത കുതിപ്പ് ചിലപ്പോൾ സാധ്യമാവുകയും അടുത്ത മറോക്കയാണ് ഫ്രാൻസിന് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് സാധ്യത. നമ്മൾ അതുകൂടി പറയണമല്ലോ. എന്തായാലും അതിൽ എംബാപ്പയ്ക്ക് ഗോളടിക്കൽ കുറച്ച് പാടായിരിക്കും. കൃത്യമായിട്ട് അവിടെ പൂട്ടുമെന്നുള്ള കാര്യം ഉണ്ട്. പക്ഷേ എംബാപ്പയാണ്, നേരത്തെ ഹാളണ്ടിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ എവിടെന്നെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ മതി, അദ്ദേഹം അടിച്ചു കയറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ അതാണ് ഇന്നത്തെ മത്സരങ്ങളുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. നമുക്ക് വേറൊരു കാര്യം, ഈ വലിയ ടീമുകളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബ്രസീൽ പോകുന്നു, ജർമ്മനി പോകുന്നു, അങ്ങനെയുള്ള. അപ്പം ഈ നമ്മൾക്ക് ഫുട്ബോൾ നെതർലാൻഡ്സ് പോയി. അപ്പം കുറച്ചൊരു ടെൻഷൻ ഇല്ലാതെ കളി കാണാൻ പറ്റുന്നുണ്ടോ അനുബ്രോ? അല്ല, നെതർലാൻഡ്സ് പോയതോടുകൂടി തന്നെ എൻ്റെ ടെൻഷനൊക്കെ മാറിയിരുന്നു. കാരണം ഞങ്ങളുടെ ടീം സ്വാഭാവികമായിട്ട് ഞങ്ങളത് പൊരുത്തപ്പെട്ട ഒരു കാര്യമാണ്. അവർ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ വലിയ അതിൽ ശ്രദ്ധിക്കാനുള്ളത്, വലിയ പ്ലാനിങ് ഇല്ലാത്ത വമ്പന്മാരാണ് പോയത് എന്നുള്ളതാണ്. അപ്പോൾ ജർമ്മൻ ഫുട്ബോൾ ഒരുപാട് നാളായിട്ട് തകർന്നു കിടക്കുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. അത് രക്ഷിക്കാനിപ്പോൾ യുഗൻ ക്ലോപ്പ് വരുന്നുണ്ട്. യുഗൻ ക്ലോപ്പ് ഏത് രീതിയിലായിരിക്കും ആ ടീമിനെ നന്നാക്കി കൊണ്ട്, പണ്ട് ഇപ്പോൾ നഗൽസ്മാനും ആ ടീമിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ. മാത്രമല്ല അവിടുത്തെ നമ്മുടെ ദേശീയ ടൂർണമെന്റ് ഏത് രീതിയിൽ തിളങ്ങുന്നു എന്നുള്ളത് ആ ടീമിനെയും കൂടി കാര്യമായിട്ട് ആശ്രയിക്കുന്നു. അവിടെ ബയറിന്റെ കുത്തക അങ്ങനെ ഒരുപാട് നാളായിട്ട് അങ്ങനെ പോകുന്നു എന്നുള്ളത്. ഏതെങ്കിലും ഇപ്പോൾ ചെറിയ ക്ലബിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്ലെയർ ഗംഭീരമായിട്ട് വരുമ്പോൾ അപ്പം തന്നെ അവരെ വലിയ ടീം റാഞ്ചുന്നു. പിന്നീട് അതിൽ സബിലായിട്ട് കളിക്കുക, അവിടെ ആ പ്ലെയർ അങ്ങ് ഒതുങ്ങി പോകുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. വളരെ ചുരുക്കം ചില പ്ലേയേഴ്സിനാണ് ഫുൾ ടൈം ഒരു എക്സ്പോഷർ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ഇത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞാൻ ബ്രസീലിൻ്റെ കാര്യം നമ്മൾ വിശദമായി പറഞ്ഞു. അതേ സംഭവം തന്നെയാണ് ജർമ്മനിക്കും ഉള്ളത്. ഇറ്റലിക്കും ഉണ്ടായിരുന്ന സംഭവം തന്നെ, അവിടേക്ക് യോഗ്യത പോലും കിട്ടിയിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ പ്ലാനിങ് കൃത്യമായിട്ട് വേണം, അത് കൃത്യമായിട്ട് ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ ലോങ് ടേമിലൊക്കെ ഫുട്ബോളിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. പ്ലാനിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ CK വിനീത് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം കൂടി ഒന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. അതായത് നമുക്ക് ലോകകപ്പ് കളിക്കണം, പക്ഷേ ഒരു കാര്യവും നമ്മളെ ഫുട്ബോൾ ചെയ്യാനും വയ്യ എന്നുള്ളതാണ്. അത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ മേലധികാരികൾ കൂടി ചിന്തിക്കേണ്ട വിഷയമാണ് ഈ ലോകകപ്പ്. കോമഡി, അതായത് നമ്മൾ മെഡൽ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഏഷ്യൻ ഗെയിംസിന് നമ്മൾ ടീമിനെ അയക്കാതിരുന്നത്. മെഡൽ സാധ്യതയല്ലല്ലോ, ടീമിന് എക്സ്പോഷർ കിട്ടുക, നല്ല കരുത്തുറ്റപ്പോൾ ഏഷ്യൻ ഗെയിംസിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേൾഡ് കപ്പിൽ കളിച്ച 4-5 ടീമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. അത് കിട്ടുന്ന ഒരു എനർജി വലുതാണ്. തോറ്റാലും അതിൽ നിന്ന് പഠിക്കാം എവിടേക്കാണ് നമുക്ക് പിഴയ്ക്കുന്നതെന്ന്. പിന്നെ നമ്മൾ ഈ ഗാനയുടെ മന്ത്രവാദിയെയും മറ്റേ ആഫ്രിക്കൻ മന്ത്രവാദമൊക്കെ നമ്മൾ വലിയ രീതിയിൽ നമ്മൾ കുറ്റം പറയും. അതായത് നമ്മൾ AFF പൈസ കൊടുത്ത് ജ്യോതിഷിയെ നിർത്തും. ആ ജ്യോതിഷിയാണ് ആര് ഫസ്റ്റ് ലെവലിൽ കളിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ നമ്മളത് വൻ കോമഡിയാണ്. അത് ഓട്ടെ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഏത് കാലത്ത് ഇന്ത്യ ലോകകപ്പ് കളിക്കും? MSKയുടെ ഒരു നിരീക്ഷണം. മറുപടി ഇല്ലാത്ത ചോദ്യമാണ്. അപ്പോൾ അത് തന്നെയാണ് പ്രേക്ഷകരോടും പറയാനുള്ളത്. നമ്മുടെ ഫുട്ബോൾ കൂടി വളരട്ടെ എന്ന് നമുക്ക് മാത്രം ആഗ്രഹിക്കാം. എന്തായാലും ലോകകപ്പിൽ നിന്ന് ബ്രസീൽ പുറത്തായിരിക്കുന്നു. അടുത്ത വമ്പൻ വീഴ്ച ആരുടേത് എന്ന ചോദ്യമാണ് ഇനി ബാക്കി. ആവേശ കാഴ്ചകളിലേക്ക് നമുക്ക് മടങ്ങിയെത്താം മറ്റൊരു ടാക്ടിക്സിൻ്റെ പതിപ്പിൽ. നമസ്കാരം.